നമസ്കാരം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഇന്നലെ രാത്രി അധികാരമേറ്റു. നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് അധികാരമേറ്റത്. പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇടക്കാല സർക്കാരിൽ രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികൾ ആരുമില്ല. സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനെ തുടർന്നാണ് ഇടക്കാല സർക്കാർ അധികാരമേറ്റത്. മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു പ്രക്ഷോഭകരുടെ ആവശ്യം. ഇതാണ് അംഗീകരിക്കപ്പെട്ടത്. സാമൂഹ്യ മനുഷ്യാവകാശ പ്രവർത്തകരും വിദ്യാർത്ഥി സൈനിക പ്രതിനിധികളുമാണ് ഉള്ളത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് നഹീദ് ഇസ്ലാമും ആസിഫ് മുഹമ്മദും ഇടക്കാല സർക്കാരിൽ ഇടം നേടിയിട്ടുണ്ട്. 16 അംഗങ്ങളാണ് ഉപദേശക സമിതിയിൽ ഉള്ളത്. യൂനിസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ബംഗ്ലാദേശ് വളരെ പെട്ടെന്ന് സാധാരണ നിലയിൽ എത്തുമെന്നും ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. 17 വർഷത്തിന് ശേഷമാണ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരമേൽക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ പതനത്തെ രണ്ടാം വിമോചന ദിവസം എന്നാണ് മുഹമ്മദ് യൂനിസ് വിശേഷിപ്പിച്ചത്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കേസിൽ മുഹമ്മദ് യൂനിസിനെതിരായ ശിക്ഷാവിധി ബംഗ്ലാദേശ് കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. 6 മാസം തടവിൽ കഴിഞ്ഞ ജനുവരിയിലാണ് യൂനിസിനെ ശിക്ഷിച്ചത്. ഷെയ്ഖ് ഹസീനയുടെ ശക്തനായ വിമർശകനായിരുന്നു മുഹമ്മദ് യൂനിസ്. സർക്കാരിൻ്റെ വിമർശകനായി മാറിയതോടെ ഷെയ്ഖ് ഹസീന സർക്കാർ യൂനിസിനെ വേട്ടയാടി. രാഷ്ട്രീയ പാർട്ടിയുമായി യൂനിസ് എത്തുമെന്നും തനിക്ക് ഭീഷണിയാകുമെന്നും ഹസീന കരുതി. 2011 ഗ്രാമീണ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. നൊബേൽ സമ്മാനമായി ലഭിച്ച തുകയും പുസ്തകത്തിൻ്റെ റോയൽറ്റിയും സ്വീകരിച്ചതിന് സർക്കാർ അനുമതിയില്ലാതെ ഫണ്ട് സ്വീകരിച്ചു എന്ന കുറ്റവും ചുമത്തപ്പെട്ടു. ഇടക്കാല സർക്കാരിലെ അംഗങ്ങൾ ഇവരാണ്: ഡോക്ടർ സലേഹുദ്ദീൻ അഹമ്മദ്, ബംഗ്ലാദേശ് ബാങ്ക് മുൻ ഗവർണർ; ബ്രിഗേഡിയർ ജനറൽ എം സഖാവത്ത് ഹുസൈൻ; മുഹമ്മദ് നസ്രുൽ ഇസ്ലാം നിയമ ഗവേഷകൻ; ആദിലുൽ റഹ്മാൻ മനുഷ്യാവകാശ പ്രവർത്തകൻ; മനുഷ്യാവകാശ സംഘടനയായ ഒഥിഗറിൻ്റെ സ്ഥാപകൻ; AF ഹസൻ അറ്റോർണി ജനറൽ; മുഹമ്മദ് തൗഹീദ് ഹുസൈൻ മുൻ വിദേശകാര്യ സെക്രട്ടറി; സയ്യിദ് റിസ്വാന ബംഗ്ലാദേശ് എൻവയൺമെൻ്റൽ ലോയേഴ്സ് അസോസിയേഷൻ; സുപ്രദീപ് ചക്മ ചിറ്റഗോങ് ഹിൽ ട്രാക്സ് ഡെവലപ്മെൻറ്റ് ബോർഡ്; ഫരീദ അക്തർ കാർഷിക ഫിഷറീസ് ഗവേഷക; ബിധാൻ രഞ്ജൻ മനഃശാസ്ത്ര വിദഗ്ധൻ; ഷർമീൻ മുൻഷി മനുഷ്യാവകാശ പ്രവർത്തക; AFM ഖാലിദ് ഹുസൈൻ ഇസ്ലാമിക് പണ്ഡിതൻ; ഫറൂഖ് ഇ അസം സ്വാതന്ത്ര്യ സമര സേനാനി; നൂർജഹാൻ ബീഗം ഗ്രാമീൺ ബാങ്ക് ട്രസ്റ്റി; നാഹിദ് ഇസ്ലാം വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം നേതാവ്; ആസിഫ് മുഹമ്മദ് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം നേതാവ്. അതേസമയം ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചർച്ച നടത്തി. ബംഗ്ലാദേശിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും സാഹചര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഷെയ്ഖ് ഹസീന എത്ര ദിവസം ഡൽഹിയിൽ തങ്ങുമെന്ന കാര്യത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. UK അഭയം തേടിയുള്ള ഷെയ്ഖ് ഹസീനയുടെ അഭ്യർത്ഥനയിൽ ഇതുവരെ തീരുമാനമൊന്നുമാകാത്ത പശ്ചാത്തലത്തിലാണ് S ജയശങ്കർ UK വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ചത്.